ഞാൻ ഇന്ന് ഒരു കുഞ്ഞു കഥ പറയട്ടെ. ഒരു ഡൂഡിലാട്ടിനെ പ്രണയിച്ച കഥ. ഈ പ്രണയം എന്നത് ഒരു മനുഷ്യനോട് മാത്രം തോന്നുന്ന വികാരമല്ല. നമുക്ക് എന്തിനോടും പ്രണയം തോന്നാം. ഈ മഴയെ പ്രണയിക്കുന്ന എത്ര പേരുണ്ട്? കാറ്റിനെ പ്രണയിക്കുന്നവർ, പൂവിനെ പ്രണയിക്കുന്നവർ, പാട്ടിനെ പ്രണയിക്കുന്നവർ, അങ്ങനെ എന്തെല്ലാം. എനിക്ക് ഈ ഡൂഡിലാട്ടിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. അപ്പം തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇതെനിക്ക് അത്രയേറെ ഇഷ്ടപ്പെടാൻ കാരണം എന്തെന്നാൽ ഈ ഡൂഡിലാട്ട്, സെറ്റാങ്കിലാട്ടിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഡ്രോയിങ്ങിനെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നവർക്കും വരയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കും ഒട്ടും തന്നെ വരയ്ക്കാൻ അറിയാത്തവർക്കും പറ്റിയ പണിയാണിത്. പക്ഷേ ഇതിന് രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, ക്ഷമ. എത്രമാത്രം ക്ഷമയുണ്ടോ അത്രയേറെ ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങളുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ടൈം. എത്രയേറെ ടൈം എടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു വർക്ക് ചെയ്യാൻ കഴിയുന്നുവോ ആ ഒരു വർക്കിന് അതിൻ്റേതായ നീറ്റുണ്ടാകും. സോ ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഡൂഡിൽ ആർട്ട് പെർഫെക്റ്റും അട്രാക്റ്റീവും ആയിരിക്കും. ഇനി എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് വരയ്ക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ രണ്ട് കാര്യങ്ങളിൽ സെക്കൻഡ് വൺ എനിക്ക് ഒട്ടും തന്നെ ഇല്ല, ടൈം. എങ്കിലും എൻ്റെ വാവ ഉറങ്ങുന്ന സമയം നോക്കിയാണ് ഞാൻ കുറച്ചായി എൻ്റെ ചിത്രങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നത്. പണ്ടൊക്കെ എന്തു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാലും അത് അന്ന് കംപ്ലീറ്റ് ആക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു ഞാൻ. എങ്കിലിപ്പോൾ ഒന്നും തന്നെ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയാറില്ല. നമ്മുടെ ലൈഫിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന പല കാര്യങ്ങളും നമുക്ക് പിന്നീടാവട്ടെ അല്ലെങ്കിൽ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. എന്താ, ശരിയല്ലേ? നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.